സസ്പെൻസീവ് വീറ്റോ എന്താണെന്ന് നോക്കാം. കൂടുതൽ പുനഃപരിശോധനയ്ക്കായി ഒരു നിയമം പാർലമെന്റിലേക്ക് തിരിച്ചയക്കാൻ പ്രസിഡന്റിന് സസ്പെൻസീവ് വീറ്റോ ഉപയോഗിക്കാം. എന്നിരുന്നാലും പാർലമെന്റ് അതേ ബിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തിന് തിരിച്ചയച്ചാൽ അദ്ദേഹം അത് അംഗീകരിക്കണം. ഈ നിയമം സംസ്ഥാന നിയമസഭകൾക്ക് ബാധകമല്ല. ഒരു സംസ്ഥാന നിയമം ഭേദഗതി ചെയ്താലും ഇല്ലെങ്കിലും രാഷ്ട്രപതിക്ക് അതിൽ ഒപ്പിടാൻ വിസമ്മതിക്കാം. പാർലമെന്റിൽ വീണ്ടും എത്തുന്ന ബില്ലിന്മേൽ രാഷ്ട്രപതിയുടെ ബാധ്യത എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ബിൽ പരിഷ്കരിക്കുകയോ അല്ലാതെയോ വീണ്ടും രാഷ്ട്രപതിക്കു മുന്നിലെത്തിയാൽ ബിൽ രാഷ്ട്രപതി അംഗീകരിക്കേണ്ടതാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതി സസ്പെൻസീവ് വീറ്റോ പ്രയോഗിച്ച പ്രസിദ്ധമായ സംഭവം എന്നത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പദവികൾ ഒരേ സമയം വഹിക്കാൻ കഴിയുന്ന ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ബിൽ 2006 അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പുനഃപരിശോധനയ്ക്കായി പാർലമെന്റിലേക്ക് തിരികെ വിട്ടുകൊണ്ട് സസ്പെൻസീവ് വീറ്റോ പ്രയോഗിക്കുകയും ബിൽ വീണ്ടും തൻ്റെ മുന്നിലെത്തിയപ്പോൾ അനുമതി നൽകുകയും ചെയ്തു. ഇതാണ് മണി ബില്ലുകളിൽ സസ്പെൻസീവ് വീറ്റോ പ്രയോഗിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ നിയന്ത്രണം എന്നു പറയുന്നത് മണി ബില്ലുകൾ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നവ ആയതിനാൽ മണി ബില്ലുകളിൽ രാഷ്ട്രപതിക്ക് സസ്പെൻസീവ് വീറ്റോ പ്രയോഗിക്കുവാൻ കഴിയില്ല. ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.